ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ പ്രദൂസ് പ്രോ ടിപ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. അപ്പോൾ 2024 ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള സാമ്പത്തിക വിഷയത്തെക്കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വളരെ അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ലോൺ സംബന്ധമായ വീഡിയോ ആണ്. നമ്മുടെ ജീവിതത്തിൽ പല ലോണുകൾ നമ്മൾ എടുക്കാറുണ്ട്. എന്താ പറയുക, ഹോം ലോൺ, അതുപോലെ കാർ ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ, അങ്ങനെ ഒരുപാട് ലോണുകൾ എടുക്കാറുണ്ട്. നമുക്ക് എന്താ പറയുക, സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ലോണിനെയാണ്. പക്ഷേ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങളധികം പേരും അത്ര സുപരിചിതമല്ലാത്ത, എന്നാൽ ഭാവിയിൽ തമിഴിൽ കണ്ടതുപോലെ ഭാവിയിൽ ഒരുപാട് എന്താ പറയുക സാധ്യതകളുള്ള, അതായത് സാധാരണക്കാർക്കും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലോണാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ലോൺ എഗെയിൻസ്റ്റ് ഷെയർസ്, ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് സാധാരണ അറിയപ്പെടുന്ന ലാസ് ആൻഡ് ലാം. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, എന്താ പറയുക, ഏത് ലോൺ എടുക്കുമ്പോഴും അധികം നമുക്ക് ഒരു കൊളാറ്ററലായിട്ട് എന്തെങ്കിലും നമ്മൾ ജാമ്യമായിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് സാധാരണക്കാർക്കൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളൊക്കെ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് പലിശ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോൾ ഇത് ലോൺ എഗെയിൻസ്റ്റ് ഷെയർസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഷെയർസാണ്. അപ്പോൾ സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നമുക്കറിയാം ഒരുപാട് ബൂമിങ്ങിലായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരൊക്കെ ഒരുപാട് പേര് എന്താ പറയുക, റീറ്റെയിൽ നിക്ഷേപകരായിട്ടുള്ള സാധാരണക്കാർ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ SIP വഴിയും അതുപോലെ സ്റ്റോക്ക് വഴിയൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പോൾ അത് ഭാവിയിൽ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. SIPയുടെ എണ്ണത്തിലും ക്വാണ്ടിറ്റിയിലൊക്കെ വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ഇങ്ങനെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു പെട്ടെന്ന് സാമ്പത്തിക പ്രയാസം വരികയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ഗോൾഡോ അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആസ്തികളൊക്കെ വിറ്റ് നമ്മൾ എന്താ പറയുക പൈസ സ്വരൂപിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആസ്തികൾ വിൽക്കാതെ തന്നെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഈ ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി കൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലാസ് ലാം എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ കയ്യിലുള്ള എന്താ പറയുക സ്റ്റോക്കുകൾ, കമ്പനി സ്റ്റോക്കുകൾ, അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലത്തെ ഇൻഷുറൻസുകൾ, ETF ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പത്തിക സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന ലോണാണ് നമുക്ക് എന്താ പറയുക ഈ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നേട്ടം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ആ പൈസ എടുക്കുകയും പിന്നെ നമുക്ക് പൈസ കയ്യിലുണ്ടാകുമ്പോൾ തിരിച്ചടയ്ക്കുകയും നമുക്ക് നമ്മുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ഇതിനുള്ള നേട്ടം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് എന്താ പറയുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകൾ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ ഇതിപ്പോൾ നമുക്കറിയാം, ഒരുപാട് എന്താ പറയുക ബ്രോക്കേഴ്സും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ബ്രോക്കേഴ്സ് പറയുമ്പോൾ നമുക്കറിയാം, ജിയോജിത്ത്, കേരളത്തിൽ നിന്നുള്ള നമ്പർ 1 ബ്രോക്കറായ ജിയോജിത്ത്, അതുപോലെ ICICI, പിന്നെ ഷെയർഖാൻ, പിന്നെ മിറേ അസറ്റ് എന്ന് പറഞ്ഞ NBFC, അതുപോലെ എല്ലാവരും ഒരുപാട് സ്ഥാപനങ്ങൾ, ബാങ്കുകളും SBIയിലും HDFC സെക്യൂരിറ്റീസ് ആയാലും എല്ലാവരും തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ലോണുകളൊക്കെ ഈ മേഖലയിൽ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആ സർവീസ് പ്രൊവൈഡർ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേർക്കുള്ള, അതായത് നമ്മുടെ പേർക്കുള്ള എന്താ പറയുക സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ അവർക്ക് പ്ലഡ്ജ് ചെയ്യണം. ആപ്പ് വഴി നമുക്ക് ഇതൊക്കെ ആധാർ ബേസ്ഡ്, അതുപോലെ നമുക്ക് OTP ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹോൾഡിങ്സൊക്കെ ഇപ്പോൾ പാൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അവർ പ്ലഡ്ജ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്താ പറയുക നമുക്ക് ലോണിന് എമൗണ്ടുള്ള ജാമ്യം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 9-10% നോർമലി ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്.
മറ്റേ പേഴ്സണൽ ലോണിൻ്റെ പോലെ ഒന്നും ഒരുപാട് ചാർജസ് വരുന്നില്ല. ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ പ്രോസസ്സിങ് ചാർജ് സാധാരണ ഏത് ലോണിനെ പോലെ പ്രോസസ്സിങ് ചാർജ് ഉണ്ട്. പിന്നെ അതൊരു ചെറിയ ശതമാനം പ്രോസസ്സിങ് ചാർജ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ലൈൻ മാർക്കിംഗ് ചാർജ് എന്ന് പറയും. ഇപ്പോൾ ലൈൻ മാർക്കിംഗ് ചാർജ്, ലൈൻ റിവോക്കിംഗ് ചാർജ്, അങ്ങനെ 2-3 ചാർജുകൾ, ചെറിയ ചാർജുകൾ വരുന്നുണ്ട്. അത്ര ചാർജുകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ പറഞ്ഞു അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ലോൺ എഗെയിൻസ്റ്റ് ഷെയർസ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് വളർച്ച കാണിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ നമ്മുടെ സാധാരണക്കാരുള്ള സമ്പാദ്യങ്ങളൊക്കെ തന്നെ റിഡീം ചെയ്യാൻ തന്നെ നമുക്ക് ഈ എന്താ പറയുക, നമുക്ക് പൈസ ആവശ്യം വരുമ്പോൾ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മികച്ച എന്താ പറയുക മാർഗ്ഗമാണ് ഈ ലോൺ എഗെയിൻസ്റ്റ് ഷെയർസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ എന്താ പറയുക, ഈ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമുക്ക് ഈ വേറൊരു കാര്യം ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഫണ്ട് ഇപ്പോൾ ലോൺ സാമ്പത്തിക ആവശ്യം വന്നില്ലെങ്കിൽ കൂടി നമുക്ക് ഈ രീതിയിലൂടെ നമ്മൾ ലോൺ എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും തന്നെ നല്ലൊരു അവസരങ്ങൾ കിട്ടുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും റിട്ടേൺ ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ കൈവരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും